ഇന്ന് ജൂലൈ 27. ഇന്നേക്ക് 3 ആഴ്ച കഴിഞ്ഞ് ഇതേ സമയം ഞാൻ ബാലിയിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് മുമ്പ് ബാലി ട്രിപ്പ് ബുക്ക് ചെയ്യാൻ ഭയങ്കര ഉന്മേഷം കാണിച്ചെങ്കിലും അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് നോക്കി തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഈ ഒരു വ്യാഴാഴ്ച തൊട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് പോകണമല്ലോ, അതിനൊന്നും യാതൊരു പ്ലാനും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ ഞാൻ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഉണ്ട് ആ പ്ലാൻ ഡയറക്റ്റ്ലി എടുത്ത് നമ്മുടെ ChatGPT ഇട്ടു. എന്നിട്ട് എന്താണ് വാങ്ങിക്കാനുള്ളത്, എന്താണ് ചെക്ക് ലിസ്റ്റായിട്ട് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തപ്പാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവേ, ഞാൻ ഇതിനാണോ സൈനപ്പ് ചെയ്തതെന്ന് ആലോചിക്കുന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് സ്നോർക്കലിംഗ് ഉണ്ട്. ഓൾറെഡി നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാം. ഞാൻ ഭയങ്കര അന്ന് എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിലും എല്ലാത്തിനും തല വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കൂടുതൽ. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു ഞാനത് ചെയ്തതെന്ന്. ഏറെക്കുറെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മുടെ പ്ലാൻ ഞാൻ കുറച്ച് വിശദമായിട്ട് ഈ അടുത്തൊന്ന് വായിച്ച് നോക്കി. അത് ഓരോന്നും എടുത്ത് ChatGPTയിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ബോധം വന്ന്. സ്നോർക്കലിംഗ് ഓക്കെ, പക്ഷേ സ്നോർക്കലിങ്ങിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വേറെ പലതും. ആദ്യമേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് 3 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പ്രത്യേകിച്ചും 1-2 വാട്ടർ സ്പോർട്സ് ഉള്ളതിനൊക്കെ റാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ ഈ പുല്ലൊന്നും വാങ്ങിച്ചിട്ടുമില്ല. ആകെ ഇപ്പം നീന്തൽ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയ പരിചയം ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ റെഡി ആയിട്ടിരുന്നത്. അപ്പോൾ ഇപ്പം സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഷീനിൽ അതെല്ലാം ഓർഡർ ചെയ്യണം. അപ്പം ശനിയാഴ്ചയും ഇന്ന് ഒരു ഉച്ച വരെയും ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. അത് തന്നെ എൻ്റെ ഉറക്കം കെടുത്തിക്കോ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. രണ്ടാമത്തെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് അവിടം വരെ പോകുന്നു ഓക്കെ, മറ്റേ എന്താ പറയുക, ട്രാവൽ ബാൻഡും കുറച്ച് ഗുളികയൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞ് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം നാട്ടിൽ തന്നെ ജസ്റ്റ് നെയ്യാർ ഡാം വരെ ഒന്ന് കാറിൽ പോയിട്ട് ഛർദ്ദിച്ച് ഒരുവിധപ്പെട്ട എല്ലാ പോയിൻറ്റ്സിലും ഛർദ്ദിച്ച് പോയ ആളാണ് ഞാൻ ഈ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ. അപ്പം ആ അവസ്ഥയിലുള്ള ഞാൻ എങ്ങനെയാണ് ഈ പ്ലാനിനനുസരിച്ച് പോകുന്നതെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു പിടിയില്ല. സോ ടെൻഷൻ അടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇത് വേണമായിരുന്നു, അതായത് ഇത് എനിക്ക് എക്സ്പ്ലോറും ചെയ്യണം, എന്നാൽ ഇതിൽ കയറിക്കഴിഞ്ഞാൽ പണി കിട്ടുമോയെന്നും അറിയില്ല. ഓക്കെ, നമ്മുടെ പ്ലാൻ എന്താണെന്നറിയോ, 6 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് കുഴപ്പമില്ല, എന്തൊക്കെയൊക്കെ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എയർപോർട്ടിലെത്തി ഇത് സെറ്റാക്കും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. രണ്ടാമത്തെ ദിവസം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്. അത് എന്തായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ സിഡ്നിയിൽ ഇവിടെയുള്ള നോർമൽ ഫെറിയിൽ തന്നെ ചെറിയൊരു ടർബുലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തല കറങ്ങാനും ഛർദ്ദിക്കാനും വരും. അപ്പോൾ 2-ാം ദിവസം തന്നെ എനിക്ക് പണി കിട്ടുമോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ വെള്ളത്തിലാണ്, വെള്ളമെല്ലാം തെറിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് മാറില്ല, ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സ് വേണം. ഇതെന്താകും, ഈ സാധനം എവിടെ കൊണ്ട് നമ്മൾ റെഡിയാക്കി വെക്കും, ഇതിൻ്റെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഇത് ഭയങ്കര തലവേദന ഓടിച്ചിനെ. ഓരോരുത്തരും എത്ര ഡ്രസ്സ് എടുക്കണം, ഇതെല്ലാം കൂടി ചിന്തിച്ച് വരുമ്പോഴാണ് ഈ പ്രാന്താവുന്നുണ്ട്. അപ്പോൾ 2-ാം ദിവസം അതാണ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്. അത് കഴിഞ്ഞ് എനിക്ക് ആരോഗ്യം ഉണ്ടാവും, അന്നേ കിടന്ന് പോകുന്നുള്ളത് 1-ാമത്തെ ഡൗട്ട്. 3-ാമത്തെ ദിവസം നമ്മളൊരു മൗണ്ട് ബാറ്റൂർ ജീപ്പ് സൺറൈസും പിന്നെ ബാലി സ്വിങ്ങുമാണ്. അപ്പം അതിൽ സൺറൈസ്, മറ്റേ ജീപ്പ് റൈഡ് സൺറൈസ് കാണാൻ പോകുന്ന പരിപാടി എനിക്കറിയാൻ പാടില്ല. കാരണം മര്യാദയ്ക്കുള്ള വണ്ടിയിൽ തന്നെ എനിക്ക് പോകാൻ വയ്യ. ഈ രാവിലെ എണീറ്റ് ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞ് ഉറപ്പായും വാൾ വെച്ച് പണ്ടാരം അടങ്ങാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നതും തലേന്നത്തെ ഈ വലിയൊരു പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് എത്ര റെസ്റ്റ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്തായി തീരുമെന്ന് ദൈവത്തിനറിയാം. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ബാലി സ്വിങ്. അപ്പം ബാലി സ്വിങ് മാത്രമാണ് എനിക്കിതിലുള്ള പ്രതീക്ഷ. ഞാനത് കാണണം, അത് പോയി ചെയ്ത് നോക്കണം. കാരണം അത് മാത്രമാണ് ഇൻസ്റ്റയിൽ കണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് നമുക്ക് തോന്നുന്നൊരു സാധനം. അപ്പം ChatGPTയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് മോഷൻ സിക്നസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ChatGPT പറയാം, അങ്ങനെയാണെങ്കിൽ സ്വിങ് ഒന്നും നോക്കണ്ട, വെറുതെ സ്വിങ്ങിൽ പോയി റിസ്ക് എടുക്കേണ്ട, അതൊക്കെ ഓപ്റ്റ് ഔട്ട് ചെയ്തേക്കാം. ഞാനിങ്ങനെ ഈ ബാലി ട്രിപ്പ് പോകുന്നത് തന്നെ അതിന് വേണ്ടി മാത്രം. അപ്പോഴാണ് ഞാൻ അതിങ്ങനെ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഏതായാലും അതാണ് നമ്മുടെ Day 3. ഇനി ഈ Day 3യും ഞാൻ സർവൈവ് ചെയ്യുകയാണെങ്കിൽ Day 4-ലുള്ളതാണ് അതിനേക്കാളും അടിപൊളി, ന്യൂസാ പെനീഡ ഡേ ട്രിപ്പ്. ഇത് സത്യമായിട്ടും ഈ ഒരു ഐറ്റം ഞാൻ വിചാരിച്ചു ഉള്ളതിൽ ഏറ്റവും നിർദോഷകരം ഇതായിരിക്കുന്നു. പക്ഷേ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പിടിച്ച സാധനം ഇതാണെന്നാണ് പറയുന്നത്. കാരണം ഇതിൽ കൊണ്ടുവന്ന ആ ഒരു ബോട്ട് ഭയങ്കര അടുങ്ങിയ ചെറിയ ഒരു ബോട്ടാണെന്നും അല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ട കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ അതും അവർ നോർമലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്.
അവരിതിൻ്റെ അകത്ത് അടുങ്ങി പിതുങ്ങി പോയി കഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെയൊക്കെ അവസ്ഥ എന്താവും എനിക്കറിയാൻ പാടില്ല. ഇനി അതെല്ലാം കഴിഞ്ഞ് 5-ാം ദിവസം സ്നോർക്കലിങ്ങും പിന്നെന്താ ലംബ്യുവാങ് ടൂറും. സ്നോർക്കലിംഗ് കുഴപ്പമില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ പൂളിൽ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. സാധാരണ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ എന്താ പറയുക, എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഇതിൽ എനിക്ക് അത്യാവശ്യം ഫ്ലോട്ട് ചെയ്യാനും നീന്താനും പറയാം. പക്ഷേ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ശ്വാസം എടുക്കാനോ എനിക്കതിൽ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകേണ്ടെന്നല്ല, ഫുൾ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ. ഞാനിങ്ങനെ ഇതും കുളമായോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് അന്ന് സെറ്റാക്കുക, ഇനി അന്ന് അവിടെ കിടന്ന് പാനിക് അടിക്കുമെന്ന് എനിക്കറിയില്ല. പോരാത്തതിന് ഞാൻ ആക്ച്വലി മറ്റേ ഷീനിൽ എന്താ ഫോണിന് വേണ്ടിയിട്ടൊരു എന്താ വെള്ളമൊന്നും കയറാതിരിക്കാനുള്ള കവറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നേ. ഇതിൻ്റെ അകത്ത് എങ്ങാനും പോയി വീഡിയോ എടുക്കണോ, അല്ല ഈവൻ മറ്റേ വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിലാണെങ്കിലും ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിങ്ങനെ ഇതൊന്നും അല്ല ആലോചിക്കുന്നത്, ഞാനിത് സർവൈവ് ചെയ്യുന്നുള്ളൂ. ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് വേറെ, അത് ചെയ്തില്ലേലും വേണ്ടിയില്ല, എനിക്കൊന്ന് ആരോഗ്യത്തോടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ, അത് ആദ്യം ഞാൻ കിടക്കുമെന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പം ഇതാണ് ഡേ 5. ഡേ 6 പിന്നെ കുഴപ്പമില്ല, എന്തോ ആർട്ട് മാർക്കറ്റും പിന്നെ അവരുടെ ബാൽനീസ് ഹൗസ് കാണാൻ പോകുന്നു, പിന്നെ എയർപോർട്ടിൽ പോകും. ഞാനിങ്ങനെ ആകെ ഡേ 1ഉം ഡേ 6ഉം മാത്രമാണ് എനിക്ക് കുഴപ്പമില്ലാതിരിക്കുന്നത്. ബാക്കി 4 ദിവസവും ഞാൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ടും ഇത് വായിച്ച് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഒന്നും അറിയാണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പുല്ലൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പേടിയുണ്ട്. ഒരിക്കട്ട് മറ്റേ എന്താ ട്രാവൽ കാമിൻ്റെ മെഡിസിനും പിന്നെ മറ്റേ ബാൻഡും എല്ലാം സെറ്റാക്കി പോകണം. പിന്നെ വീഡിയോ എടുക്കുന്ന പരിപാടികളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്നെ ശരിക്കും ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടെല്ലാം ചെയ്യണമെന്നുള്ളതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു രാജ്യം വിട്ട് വേറൊരിടത്ത് ഒരു ലെഷർ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനാണ്. എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്, എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാനാണ്. ഞാനായിട്ട് തന്നെ പോയത് ചെയ്യാൻ പോകുന്നില്ല. സോ അറ്റ്ലീസ്റ്റ് വൺസ് ട്രാവൽ സിഗ്നസിൽ എന്തുകൊണ്ടും ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഇനി മുമ്പോട്ട് ചെയ്യണം. ബട്ട് ഇന്ന് ഞാനത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇനി എനിക്കത് ചെയ്യാനേ പറ്റില്ല. ഞാനായിട്ട് ഒറ്റയ്ക്ക് പോയതൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തായത് തീരുമെന്ന് അറിയത്തില്ല. വന്നു കഴിയുമ്പം വീഡിയോ കിട്ടുവാണെങ്കിൽ വീഡിയോ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിടണം. ഇത് എനിക്ക് നാളെ, അതായത് ഇതിനു മുമ്പ് ഞാൻ സ്കൈ ഡൈവിങ്ങിന് പോയപ്പോഴും അല്ലെങ്കിൽ ഈവൻ ഈ പറഞ്ഞ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയുള്ള ഈ ഒരു വെപ്രാളമുണ്ട് ഇതിനു മുമ്പ്. ശരിക്കും ഇന്നലെയും ശനിയാഴ്ച രാത്രിയും ഇന്നും രാവിലെയൊക്കെ ആയിട്ട് എനിക്ക് വയ്യ. ഞാൻ ഓൾറെഡി മറ്റേ യാത്രയ്ക്ക് പോയി ക്ഷീണിച്ച് ചത്ത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, അതായിരുന്നു ഇന്നത്തെ അവസ്ഥ. പള്ളിയിലൊക്കെ പോയിരുന്നിട്ടാണെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. അത്രയ്ക്ക് വെപ്രാളമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. കാര്യം ഇത് അവിടെ പോയി ചെയ്യുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈവൻ സ്കൈ ഡൈവിങ്ങിന് പോയപ്പോഴും ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് ഉള്ള ഈ കുറേ പരിപാടി ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തു നോക്കുക, ഇന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, പിന്നെ അതിന് കുറേ അഡ്മിൻ ടാസ്ക് ഉള്ളതെല്ലാം ചെയ്യുക. ഇത് എനിക്ക് ഒട്ടും ചിന്തിക്കാനില്ല. അതായത് ചെല്ലുക എന്തെങ്കിലും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഈ ഇങ്ങനൊരു പാക്ഡ് ആയിട്ടുള്ള പരിപാടി ചെയ്യാനും എനിക്ക് തോന്നുന്നില്ല ഇത് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ടൂറാണെന്ന്. എനിക്ക് ഇത്രയും ഇങ്ങനെ പാക്ഡ് ആയിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യണം, ആ ഒരു ടൂർ കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആക്കണം, അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്നില്ല, പക്ഷേ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നൊരു കാര്യം, എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, കുറേ സമയം വെറുതെ ഇരിക്കുക. കാരണം ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇത്രയും കവർ ചെയ്യണം ആ ഒരു രീതിയിൽ പോവാണ്ട് വെറുതെ പോകാൻ വേണ്ടി പോവുക. അവിടെ ഇഷ്ടമുള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങളെങ്കിൽ ഒന്ന് നമുക്ക് നമ്മുടെ ഒരു പേസിൽ എക്സ്പ്ലോർ ചെയ്യുക. കാരണം എൻ്റെ ഇതിൽ ഇങ്ങനെ ടൂറൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ. കാരണം അല്ലാത്ത ദിവസവും നമ്മൾ മറ്റേ തിരക്ക് പിടിച്ച് രാവിലെ എണീറ്റ് ഓഫീസിലോട്ട് ഓടുന്നു, പിന്നെ വരുന്ന വഴിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഓടുന്നു, എല്ലാ ദിവസവും ചെയ്ത് തീർക്കാൻ കുറേ ടിക്ക് ബോക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടിക്ക് ബോക്സ് ആയിട്ട് ടൂറിന് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നമുക്കതിൽ അതൊരു ലെഷർ ആക്ടിവിറ്റി ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇടയ്ക്ക് നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഇങ്ങനത്തെ ഒരു ചാൻസ് എപ്പോഴും എനിക്ക് കിട്ടണം എന്നില്ല. ഒന്നാമത് ഞാൻ അങ്ങനെ ഗ്രൂപ്പുകളുമായിട്ട്, ഗ്രൂപ്പ് എന്നല്ല കൂട്ടുകൂടി ഞാൻ പോകുന്ന പരിപാടികളെ കുറവാണ്. സോ അതിൽ നിന്നൊരു വ്യത്യാസം വേണം, ഇങ്ങനത്തെ എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവം ഇതെന്തായി തീരുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം.